ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടാമെന്നായിരുന്നു പറഞ്ഞത്. ഇശാങ്കൂട്ടൻ അതുപോലെ ആനകളെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഇശാങ്കൂട്ടനെ വാങ്ങിച്ച മന്തിയിൽ നിന്ന് കുറച്ച് മന്തിയൊക്കെ എടുത്ത് ഞാനും കഴിച്ചു. പിന്നെ അമ്മയൊക്കെ അൽഫാം കഴിച്ചു. ഞങ്ങൾ ചെല്ലുന്ന ദിവസം വീട്ടിൽ കുശാലായിരിക്കും ഗൈസ്. അങ്ങനെയാണ്. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് അമ്മ എനിക്ക് കൊണ്ടുപോകാനുള്ള, നമ്മൾ ഒരു ദിവസം നിന്നിട്ട് ഇനി പിറ്റേ ദിവസം വരുവാണ് കേട്ടോ. ഈശാങ്കോട്ട് അങ്ങനോടെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകാനുള്ള വഴുതനങ്ങയും പയറൊക്കെ അമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുരയിടത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ അച്ചാമ്മയുടെ കൃഷി കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അച്ചാമ്മയാണ് ഈ പുരയിടം നോക്കുന്നത് കേട്ടോ. അച്ചാമ്മയുടെ കൃഷി പയർ, മുളക്, മല്ലി എന്ന് പറയാൻ വന്നേ, മല്ലിയല്ല ഗൈസ്, മുളക്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൃഷി നടത്തുന്ന സ്ഥലം കേട്ടോ, നെൽകൃഷി നടക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്നും നമ്മുടെ അല്ല, അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇശാങ്കുട്ടൻ ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അവനൊരു അറിവായതിനു ശേഷം ആദ്യമായിട്ട് കാണുകയാണ്. കുംഭം പകുതിയൊക്കെ ആകുമ്പോൾ കൊയ്യാവും തോന്നുന്നു. നെല്ലൊക്കെ കിളിച്ച് നിൽപ്പുണ്ട്. പച്ച കളറിലാണ് നിൽക്കുന്നത്. ഇതിന് വിളഞ്ഞ് ഗോൾഡ് കളറാകുമ്പോഴത്തേക്കും, മഞ്ഞ കളറാകുമ്പോഴത്തേക്കും നമുക്ക് കൊയ്യാം കേട്ടോ. ഏകദേശം 1 മാസം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കപ്പയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. കപ്പയും മീൻകറിയും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. കൂട്ടത്തിൽ വെച്ചൊരു സാമ്പാറിൻ്റെ രാവിലത്തെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് എനിക്ക് വേണ്ടി അമ്മച്ചമ്മ ഇട്ട് കൊടുത്തുവിട്ട ഡബിൾ ഓളിക അച്ചാറാണ്. അതും കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് 2 കൈയും വീശി വന്ന് നമ്മൾ 2 കൈ നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. മുട്ട വരെ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാ ഗേൾസും അങ്ങനെ ആയിരിക്കും അല്ലേ? വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ കൈ നിറച്ച സാധനമൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? അത് കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ അടുത്ത തൈൽ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പറയൊക്കെ ഇട്ടു. പിന്നെ പ്രശാന്ത് വർമ്മ ആണെന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ്റെ ഭജനയല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഭജനയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്പലത്തിലെ ദീപാരാധനയും വെടിക്കെട്ടും ഒക്കെ കണ്ടിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്ന് ഈ സമയത്ത് നമ്മൾ ഇശാങ്കോട്ടനെ കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാൻ.